വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സംസാരിക്കാൻ പോകുന്നതേ ഈ ചൂട് ഭയങ്കരമായിട്ട് കൂടുകയാണ്. കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളൊക്കെ കാരണം അതിഭയങ്കരമായിട്ട് ചൂട് കൂടുകയാണ്. ചൂട് ഇടയ്ക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് കാറിനകത്ത് ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്നത് നോക്കിയപ്പം 42 ഡിഗ്രി ട്രിവാൻഡ്രത്ത് കാണിക്കും. 42 ഡിഗ്രി. അപ്പം ആഴ്ചയോളം വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഏകദേശം പകുതി ചൂടാണ്. അപ്പോൾ ഇത്രയും ചൂട് കൂടുമ്പം ഇതിനനുസരിച്ച് നമുക്ക് സ്കിൻ ഡിസീസുകൾ വളരെയധികം കൂടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേർപ്പ് നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ വേർപ്പ് കൂടിക്കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വേർപ്പ് വെറും വെള്ളം പോലെയാകുക, അതിന് ക്വാളിറ്റി വരാതിരിക്കുകയും ചെയ്യും. അതുപോലെ പുറത്ത് പോകാനുള്ള വേർപ്പിൻ്റെ സുഷിരങ്ങൾ, അതായത് വേർപ്പ് വരുന്ന നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ സുഷിരങ്ങൾ ചെറുതായതുകൊണ്ട് വേർപ്പ് കൂടുതൽ വരുമ്പം പുറത്ത് പോകാതെ വേർപ്പ് ഉള്ളിലോട്ട് തങ്ങിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം കൊച്ചു കൊച്ചു കുരുക്കൾ പോലെ വരും. അത് നമ്മുടെ മീലിയറി റാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേനലിൽ നമ്മൾ വെപ്പെന്ന് പറയുന്ന സാധനം പോലെ നല്ല സിവിയറായിട്ട് വെപ്പുണ്ടാകുന്നവരുണ്ട്. ഇപ്പം ദേഹം മുഴുവനും വരും. കാരണം ഈ വെള്ളം നമ്മുടെ ഉള്ളിൽ നിന്ന് വേർത്ത് വെളിയിൽ പോകാനുള്ള കുഴികൾ അടഞ്ഞിട്ടാണ് അതവിടെ കെട്ടുന്നതോടുകൂടി ഭയങ്കര റിയാക്ഷൻ പോലെ വന്ന് ബോഡിയുടെ ചൂട് കൂടുകയും അതെല്ലാം പൊങ്ങി വന്നിട്ട് അത് ചൊറിഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. അങ്ങനെ വെപ്പ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയമാണിത്. സ്കിൻ ഡിസീസുകളെല്ലാം കൂടുതലാണ്. തുടയെടുക്കിലുള്ള ഫംഗസ് കൂടാറുണ്ട്, കഷത്തെടുക്കിലുള്ള ഫംഗസ് കൂടാറുണ്ട്, എക്സിമയുടെ ചൊറിച്ചിൽ കൂടാറുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ സ്കിൻ ഡിസീസുകൾ ഭയങ്കരമായിട്ട് പോകണം. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണും കൂടും. നമ്മൾ വേർപ്പ് കൂടുതലാകുന്ന കാരണം നമ്മൾ കിഡ്നി വഴി പോകുന്ന വെള്ളം കുറയുമ്പോൾ വെള്ളം നമ്മൾ കുടിക്കുന്നതോടെ കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണും നല്ലതുപോലെ കൂടും. കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു കാലാവസ്ഥയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതേ ചൂട് ദുബൈയിലുണ്ടെങ്കിലും നമുക്ക് ഇത്ര ചൂട് അനുഭവപ്പെടാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ പോലുള്ള രാജ്യങ്ങളിൽ ഈ അവിടുത്തെ എയർ ഡ്രൈ ആണ്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എയറിൽ. നമ്മുടെ ഇവിടെ ഈ മോയ്സ്ചർ എന്ന് നമ്മുടെ എയറിൽ വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുകയാണ്. അപ്പോഴെന്ത് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വേർപ്പ് പെട്ടെന്ന് അങ്ങ് എവോപ്പറേറ്റ് ചെയ്ത് പോകും. കാരണം വെള്ളം നമ്മുടെ ദേഹത്തേക്കുന്ന വേർപ്പ് നമ്മുടെ എയർ ചുറ്റും നിൽക്കുന്ന വായു അബ്സോർബ് ചെയ്ത് പോകും. ഇവിടെ അങ്ങനെ പോകില്ല. കാരണം വെള്ളം എയറിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ദേഹത്തിൽ നിന്നുള്ള വെള്ളം പിടിക്കാതിരിക്കും. അപ്പോൾ നമുക്ക് വേർപ്പ് ഭയങ്കരമായിട്ട് ഒട്ടുന്നതായിട്ട് തോന്നും. ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ വല്ലാത്തൊരു കാലാവസ്ഥയിലൂടെയാണ് ഈ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് സ്കിന്ന് സൂക്ഷിക്കും. വയസ്സായവരാണെങ്കിലും കൊച്ചു പിള്ളേരാണെങ്കിലും ഒക്കെ സ്കിന്ന് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ചുമ്മാ അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടൊരു മെത്തേഡ് വേണം. സ്കിന്നിനെ സംരക്ഷിക്കാനും സ്കിന്നിലോട്ടുള്ള ഇറിറ്റേഷൻസ് കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനം വേണം. കിഡ്നി സ്റ്റോൺ ഉണ്ടാവാതിരിക്കാനും വേണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം. ഒന്നിച്ച് കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു 1-2 മണിക്കൂർ ഇടവിട്ട് 2 കപ്പോ 1.5 കപ്പോ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. 1-2 മണിക്കൂർ ഇടവിട്ട് 1 കപ്പ് വെള്ളം വീതം കുടിക്കണം. ഒന്നിച്ച് കുടിക്കാതെ അങ്ങനെ ചെയ്യണം. ആഹാരത്തിന് ശേഷം വെള്ളം കുടിക്കണം. അത് നല്ലതാണ്. ആഹാരത്തിന് മുമ്പല്ല, ആഹാരത്തിന് ശേഷമാണ് നല്ലത്. ഒരു 1-2 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കണം. ഈ തണുത്ത വെള്ളം കുടിച്ചാൽ നമുക്ക് തോന്നും നല്ല ആശ്വാസമാണെന്ന്. പക്ഷേ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് തൊണ്ടവേദന ഭയങ്കരമായിട്ട് കൂടും, പനിയും എല്ലാം കൂടും. അപ്പോൾ അതുകൊണ്ട് തണുത്ത വെള്ളം നമുക്ക് കുടിച്ചാൽ തോന്നും. പക്ഷേ തണുപ്പ് നല്ല കുറച്ച് ചെറിയൊരു തണുപ്പോടുകൂടി കുടിച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ ഐസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിച്ചാൽ തൊണ്ടയ്ക്ക് പിന്നെയും ഇറിറ്റേഷൻ കൂടേ ഉള്ളൂ. തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ കൂടാതെ ദേഹത്തിനും കൊള്ളില്ല. അതുകൊണ്ട് നോർമൽ വെള്ളമാണ് ഇപ്പോൾ കുടിക്കാൻ നല്ലത്. വെള്ളം കുടിക്കുകയും വേണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും വേണം. കൂടുതൽ വെള്ളം കുടിക്കാനും പാടില്ല, എന്നാൽ അതും കൊള്ളില്ല, ദേഹത്തിന് കേടാണ്. കൂടുതൽ ഫിൽട്ടർ ചെയ്യേണ്ടി. അപ്പോൾ നോർമലി ഇപ്പോൾ വേറെ എന്തൊരു ഭയങ്കര ചൂടാണ്. ചൂടും ഹ്യൂമിഡിറ്റിയും ഭയങ്കര. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുകയാണ്. അത് കാരണം നമുക്ക് ഈ നമ്മുടെ ദേഹത്തിൽ നിന്ന് വേർപ്പ് എവോപ്പറേറ്റ് ചെയ്ത് പോകാത്തതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ. അത് കെട്ടി നിന്ന് കുരുക്കൾ വരെയാണ്. പിന്നെ ഈ മീലിയറി റാഷ് എന്ന് പറയുന്നത് വെപ്പ് കുരു എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ വെപ്പ് കുരുവിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റുകളിൽ കാണുന്ന പല പൗഡറുകളും എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഒരു സൂത്തിങ് ഏതെല്ലാം മെന്തോള്, സാലിസൈക്ലിക് ആസിഡ് ഇതൊക്കെ ചേർത്തേക്കും. അപ്പോൾ അത് തൽക്കാലം ഒന്ന് ചൊറിച്ചിൽ കുറയും. ഇത് മെന്തോളിൻ്റെ ഒരു തണുപ്പ് കൊണ്ട് നമുക്കൊരു സുഖം തോന്നുകയും ചെയ്യും. പക്ഷേ സംഭവിക്കുന്നത് ഭയങ്കര കുഴപ്പമാണ്. കാരണം ഈ പൗഡർ കയറി, ടാൽക്കം പൗഡർ കയറി നമ്മുടെ വേപ്പ് കുരുവിൽ അടഞ്ഞിട്ട് അത് പഴുക്കും, കൂടുതൽ കുഴപ്പത്തിലോട്ട് പോവും. പിന്നെയും ഭയങ്കര പ്രശ്നമായിട്ട് വരും. ആകെ ചളവും. അതുകൊണ്ട് നമുക്ക് വേർപ്പ് വരുമ്പോൾ ഒരു കാരണവശാലും
ഈ പൗഡർ ഇടാൻ പാടില്ല. പൗഡർ ഇട്ടാൽ കൊള്ളില്ല. ടാൽക്കം പൗഡറിൽ മരുന്ന് ചേർത്തിരിക്കും. മെന്തോളിൻ്റെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് തണുക്കും. സാലിസൈക്ലിക് ആസിഡ് ഉള്ളതുകൊണ്ട് ചൊറിച്ചിലും കുറയും. പക്ഷേ സംഭവം ഇരട്ടിയായിട്ട് കുഴപ്പമാവും. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഈ തലിപൊളി പൗഡറുകളൊന്നും ഈ ചൂട് കുറയ്ക്കാൻ കൊള്ളുന്ന പൗഡറുകൾ ഒരു കാരണവശാലും ഇടാൻ പാടില്ല. അപ്പം ഇതിനൊരു സമാധാനം വരണമെങ്കിൽ ചെയ്യാനുള്ള ആദ്യം ഞാൻ നല്ലൊരു രീതിയിൽ നമ്മൾ തണുക്കുന്ന രീതിയിൽ ദേഹം കുളിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ സമയമെടുത്ത് ദേഹം തണുപ്പിച്ച് നല്ലതുപോലെ തണുപ്പിച്ച് കുളിക്കണം. അത് വളരെ എഫക്റ്റീവാണ്. തലയും എല്ലാം നമ്മൾ നോർമലി 5 മിനിറ്റ് കുളിക്കുമെങ്കിൽ ഒരു 20-25 മിനിറ്റ് എടുത്ത് സോഫ്റ്റായിട്ട് ദേഹം മുഴുവനും ഷവറിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലായിടവും ഓരോ പാർട്ടായിട്ട് തണുപ്പിക്കുന്ന രീതിയിൽ ഷവറിൽ നിന്നിട്ട് ലങ്സിൻ്റെ ബാക്ക് വശവും ഫ്രണ്ട് വശവും വയറും നടുവും എല്ലാം ഇങ്ങനെ തണുപ്പിക്കുന്ന തലയും എല്ലാം തണുപ്പിക്കുന്ന രീതിയിൽ ഷവറിൽ നിന്ന് പതുക്കെ സോഫ്റ്റായിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ദേഹത്തിന് വളരെ നല്ലതാണ്. വേപ്പ് കുരു കുറയാനും വളരെ നല്ലതാണ്. പിന്നെ സോപ്പില്ലാതെ കുളിക്കാവും. ഈ സമയത്ത് സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കിന്ന് പിന്നെ അടയും, ഡ്രൈ ആവും, വേർപ്പകത്ത് കെട്ടും. ഇതെല്ലാ അസുഖവും കൂടും. സ്കിന്നിൻ്റെ നല്ല ഡാമേജ് വരും. അപ്പോൾ സോപ്പില്ലാതെ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചാലുള്ള ഗുണം അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് കൂടുതൽ ആർട്ടറി ഡയലേറ്റ് ആയിട്ട് കൂടുതൽ രക്തോട്ടം സ്കിന്നിലോട്ട് വരും. അത് വളരെ നല്ലതാണ്. വേർപ്പിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം നല്ലതാണ്. അപ്പം നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ദേഹം മുഴുവൻ കുളിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് തല മാത്രം തോർത്തി ദേഹം തോർത്താറില്ല. കാരണം പൊതുവേ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ദേഹം തോർത്താതിരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി നിന്ന് അങ്ങ് ഉണങ്ങും. അത് നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടും. നല്ലതാണ്. അത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം വെറുതെ ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പില്ലാതെ കുളിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് വേർപ്പ് കുരു ഉണ്ടാവാതെയും ചൊറിച്ചിലുണ്ടാവാതെയും നമുക്കത് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ കോട്ടൺ സാധനങ്ങളെ എന്ത് കാരണവശാലും ഷർട്ടായിട്ട് ഇടാവും. പ്ലെയിൻ കോട്ടണാണ് നല്ലത്. അതാവുമ്പോൾ നമുക്ക് ഈ വേർപ്പ് ഇത് ചെയ്തിട്ട് നമ്മുടെ ബോഡിയെ നല്ല സംരക്ഷിക്കും. അതുപോലെ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ലൂസായിട്ടുള്ള ഇടാവും. ബ്രേസിയേഴ്സ് ആണെങ്കിലും നമുക്ക് പാൻറ്റീസ് ആണെങ്കിലും പാൻറ്റീസായിട്ട് പാൻറ്റ് പോലത്തെ നമ്മുടെ നിക്കർ പോലത്തെ ടൈപ്പാണ് നല്ലത്. ഈ സാധാ ചട്ടി പോലെ ഇടാതെ അത് അവിടെ കിടന്നിങ്ങനെ തട്ടി വേർപ്പും കൂടെ തട്ടി ഉരഞ്ഞ് അവിടെ ഫംഗസ് വന്ന് തുഴയെടുക്കിലൊക്കെ ഫംഗസ് വന്ന് ഒരുമാതിരിയാവും. അപ്പോൾ അതിന് പകരം നമുക്ക് നിക്കർ പോലെ ലൂസായിട്ടുള്ള നിക്കർ അടിയിലിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ചും അതുപോലെ വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഏറ്റവും നല്ലത്. ഇപ്പം ജുബ്ബ പോലെയുള്ളതാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ലൂസ് ഡ്രസ്സാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഏറ്റവും നല്ലത്. ടൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ വേർപ്പും അതിൻ്റെ ഉപ്പ് രസവും എല്ലാം കൂടി ഈ നമ്മുടെ ഷർട്ടിൻ്റെ തുണി തട്ടിയിട്ട് ബനിയനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഴ്സാവും. അവസാനം അതെല്ലാം കൂടെ ജാമായി വേർപ്പൊട്ടും വെളിയിൽ പോകാതെ ഒരുമാതിരിയാകും. അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ലൂസ് ഡ്രസ്സും അതുപോലെ തന്നെ നല്ലപോലെ ഈ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് റിഫ്ലക്റ്റ് ചെയ്ത് കളയാനായിട്ട് ഏറ്റവും പറ്റിയത് വെള്ള ഡ്രസ്സുകളാണ്. വെള്ള ഡ്രസ്സുകളാകുമ്പോഴത്തേക്കും കൂടുതൽ ഹീറ്റ് ദേഹത്തോട്ട് അടിക്കാതെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. കറുത്താണെങ്കിൽ അത് അബ്സോർബ് ചെയ്യും. അപ്പം വൈറ്റോ അതിൻ്റെ ഷെയ്ഡുകളുമാണ് ഇപ്പോഴത്തെ നല്ലത്. പിന്നെ കഴിയുമെങ്കിൽ AC-യിലിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് അധികം പൈസയൊന്നും ഇല്ലെങ്കിൽ മാളിലെല്ലാം കറങ്ങി നടന്നാൽ മാൾ ഫുൾ AC ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് നടക്കുമ്പോഴത്തേക്കും നല്ല സുഖം വരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടുകളിലാണെങ്കിലും കുറച്ച് കറണ്ട് ചാർജ് കൂടുമെന്ന് പറഞ്ഞാലും AC ഇട്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ കറണ്ട് ചാർജിന് വരെ നമ്മളിത് അസുഖങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം കൂടും. അതുപോലെ തന്നെ സ്കിൻ ഡിസീസുകളെല്ലാം വരും. ഈ വേർപ്പ് കെട്ടി നിന്നുള്ള എറപ്ഷൻസ്, ചെരങ്ങ് പോലെ അങ്ങനെ എല്ലാം ഇപ്പോഴും ഉണ്ട്. ശരിക്കും കൂടുതലുണ്ട്. അപ്പം ഭയങ്കര ചൊറിച്ചിലായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറയണമെങ്കിൽ നമ്മൾ AC-യിലിരുന്നാൽ നല്ലതാണ്. അപ്പം തൽക്കാലം ഇത്തിരി കറണ്ട് ചാർജ് കൂടിയാലും AC-യിലിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്, മാക്സിമം പറ്റുന്ന രീതിയിൽ. അതുപോലെ പിന്നെ നോർമൽ വെള്ളം എപ്പോഴും കുടിക്കണം ഈ സമയത്ത്. കാരണം വെളിയിലൊക്കെ ഇറങ്ങി ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല, AC-യിലിരിക്കാനും പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ കുറേ കോമ്പൻസേറ്റ് ചെയ്യും. പക്ഷേ എന്ന് പറഞ്ഞാലും ചൂട് കൊള്ളാതിരിക്കുന്നതാണല്ല. കാരണം ഈ 42 ഡിഗ്രിയൊക്കെ നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിയുമ്പോൾ സ്കിൻ ഫുള്ളി ജാമാവും. അതുപോലെ നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സൂര്യാഘാതം ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റേ ഇത് വരും. സണ്ണിൻ്റെ ഈ സൺലൈറ്റ് അല്ല ഇത് വരും. അതിന് കുളമാവും. അപ്പോൾ പലർക്ക് കയ്യിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് ഇതുപോലെ കോട്ടൺ ഗ്ലൗസ് കയ്യിലിട്ടിട്ട് മുട്ട് വരെ ഇടണം. എന്നിട്ട് ഫുൾ കൈ ഷർട്ടും ഇടണം.
ഇങ്ങനെ ലൂസായിട്ടുള്ള ബുക്കേ ഷർട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കയ്യിൽ തട്ടിപ്പൊള്ളായിരിക്കും. കാറാണെങ്കിൽ കാറിൽ എ സി ഒക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ കയ്യിൽ എപ്പോഴും വെയിലടിക്കും. വെയിൽ അടിച്ച് സ്കിന്നിന് ശരിക്കും നല്ല ഡാമേജ് വരും. കാരണം നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ ചൂടാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കഴിയുന്നതും ഇത് ദേഹത്ത് ചൂടടിക്കാതെ ശ്രദ്ധിച്ചോളണം. അതുപോലെ ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയൊക്കെ ജോലി ചെയ്യുന്നവരും തണലത്ത് നിൽക്കുകയോ തണലത്ത് നിന്ന് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ കുട പോലെ എന്തെങ്കിലും ഷെയ്ഡിൻ്റെ അടിയിലോട്ട് നിന്ന് ജോലിയോ ചെയ്യണം. ചുമ്മാ നമ്മൾ എന്തും വരട്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഈ വെയിലത്ത് ഇറങ്ങി നിൽക്കാൻ പാടില്ല. ഇത്രയും വെയിലത്ത് ഇറങ്ങി നിൽക്കാൻ പാടില്ല. അത് നമ്മളെ പലതരത്തിൽ ബാധിക്കും. നമ്മുടെ എഫിഷ്യൻസി കുറയും. ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞാൽ 2 ദിവസം അസുഖമായിട്ട് കിടന്ന അത്രയും സമയം പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഇപ്പോൾ വെളിയിലിറങ്ങി ജോലി ചെയ്യുന്നവരും തണലത്ത് നിന്ന് ജോലി ചെയ്യാൻ നോക്കുക. തണലില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു ഇതുപോലെ കെട്ടിവെച്ച് എന്തെങ്കിലും മേളിൽ ഷീറ്റ് പോലെ വെച്ചേ നിൽക്കാവൂ. നിർബന്ധമായിട്ട് എല്ലാ ജോലിയും ചെയ്യണം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പ്രിക്കോഷൻ എടുത്ത് വേണം ചെയ്യാം. ഇപ്പം മഴയുണ്ടെങ്കിൽ നമ്മൾ കുട പിടിച്ച് പോകില്ലേ, അതേപോലെ നമുക്ക് വെയില കൊള്ളാതെയും പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വരണം. എന്നാലേ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുള്ളൂ. ബോഡിക്ക് ദേഹത്തിന് ഹാനികരമായിട്ട് നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റും. ഹാനികരം അല്ലാത്ത രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അത് വെയിൽ ഡയറക്റ്റ് ഉണ്ടാകും ഭയങ്കരമായിട്ട് പോകും. അപ്പോൾ അതുപോലെ ഈ സമയത്ത് തന്നെ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയാലും അവിടുത്തെ റേഡിയേഷൻ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ തണുപ്പുള്ള സമയത്താണെങ്കിലും അപ്പോൾ അവിടെ ഇതുപോലെ വെയിൽ കൊള്ളാതെ നോക്കുന്നത് തന്നെയാണ് തണുപ്പുള്ള ഏരിയകളിൽ നല്ലത്. അല്ലെങ്കിൽ സ്കിന്നിന് നല്ല ഡാമേജ് ഉണ്ടാവും. ഇപ്പോൾ ശരിക്കും കൂടുതൽ വൈറ്റ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് സ്കിൻ ക്യാൻസർ വരെ സൂര്യൻ്റെ ഇത് കൂടുതൽ അടിച്ചാൽ ഉണ്ടാവും. അത് അത്രയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ കാലം എങ്ങനെ തള്ളി. ഇപ്പോൾ മഴ ഉടനെ വരുമെന്ന് പറയുന്നു. അപ്പോൾ വന്നാൽ ഭാഗ്യം. ഇപ്പം ഈ ചൂടിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും പേഷ്യൻസിൻ്റെ കേസുകൾ ഇതുപോലെ സ്കിൻ ഡിസീസുകൾ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പം അതുപോലെ നമുക്കെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കാട്ടുനെല്ലിക്കയുടെ ജ്യൂസും ഒരു ഗ്ലിസറിനെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു സെറം ഉണ്ടാക്കുന്നുണ്ട്. അത് കുളിച്ചതിന് ശേഷം ദേഹം മുഴുവൻ പുരട്ടിയിരുന്നാൽ അതിൻ്റെ ഒരു കോട്ടിങ് കിട്ടും, നല്ലതാണ്. അതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അംശവും എപ്പോഴും നിൽക്കുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ സ്കിന്ന് നല്ല സ്മൂത്ത് ആവാൻ ഈ സെറം നല്ല എഫക്റ്റീവാണ്. അത് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, കൊറിയറിൽ അയച്ചു തരും. അങ്ങനെ അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയെ നമുക്കൊന്ന് അതിജീവിച്ചേ ഒക്കുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇനഫായിട്ടുള്ള ഇപ്പം വിശപ്പും കുറേ ഈ സമയമാകുമ്പോൾ വെള്ളം കൂടുതൽ കുടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ തിന്നാതിരുന്നാൽ കൊള്ളില്ല. അപ്പോൾ പ്രോട്ടീൻ തിന്നണം. വിശപ്പ് കുറഞ്ഞാലും പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് നമ്മുടെ ബോഡി ഭയങ്കര കേടാവും. അപ്പോൾ അതുപോലെ എല്ലാ ഷുഗറും അങ്ങനത്തെ എല്ലാം കൂടും, ഇതിന് കോമ്പൻസേറ്റ് ഇത് കൂടും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് ബോഡി സൂക്ഷിക്കേണ്ട സമയമാണ് ഈ വേനൽക്കാലം. അതുപോലെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ചെന്നില്ലെങ്കിൽ വേർപ്പിൽ കൂടുതൽ ഉപ്പ് വെളിയിൽ പോകുമ്പോൾ നമ്മുടെ ദേഹത്ത് സോഡിയം കുറയാനും പൊട്ടാസ്യം കൂടി നിൽക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഉപ്പ് കൂടുതൽ കഴിച്ചുകൂടാ, കറക്റ്റ് ഉപ്പിൻ്റെ അളവ് കുറച്ച് നമ്മളങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ കഴിക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം എപ്പോഴും നമ്മളിപ്പോൾ ഡ്രസ്സുകൾ അതുപോലെ കുട പിടിച്ചുകൊണ്ട് പോകുന്നത് വളരെ നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു 5 മിനിറ്റേ നടന്നുള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ നല്ല ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ് ആണെങ്കിലും കുട പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡായിട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. അവിടെ വെയിൽ കൊള്ളാതെ മാറി നിൽക്കുകയോ തണലത്ത് നിൽക്കുകയോ ഫാൻ ഇട്ടുകൊണ്ട് അതുപോലെ AC ഇടാൻ പറ്റാത്തത് നിർബന്ധമായിട്ടും ഫാൻ സ്പീഡിലിട്ട് വേണം കിടക്കാനും നിൽക്കാനും. ഇതിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ രീതിയിലുള്ളയും എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ വേനൽക്കാലം. ഈ കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഭയങ്കര ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര മഴ കാണുമെന്നാണ് പറയുന്നത് പലരും. അപ്പോൾ അതും നമുക്ക് പിന്നെ മഴ വരുമ്പോൾ ആലോചിക്കാം. ഏതായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ചൂടൊന്ന് ശരിക്കും നമുക്കൊന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ സ്കിൻ ഡിസീസുകൾ ചൊറിച്ചിലെല്ലാം കൂടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കത് കേടാണ്. കിഡ്നി സ്റ്റോണിൻ്റെ ഇത് കൂടും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാനുള്ള മാർഗ്ഗം ഇതാണ്. അതുപോലെ കിഡ്നി സ്റ്റോണിന് നമുക്കത് വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് പോലെ ഒരു ഹോമിയോ മെഡിസിൻ ഉണ്ട്. അത് നല്ലതാണ്. കഴിച്ചുകൊണ്ടിരുന്നാൽ അത് വരത്തുമില്ല, നല്ലതായിട്ട് അതിൻ്റെ ആ പെയിൻ ഇറിറ്റേഷനൊക്കെ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ വെള്ളം കറക്റ്റ് അളവിന് കുടിക്കുക, കറക്റ്റ് സമയത്ത് ഈ പറഞ്ഞതുപോലെ വെയിൽ കഴിയുന്നത്ര കൊള്ളാതിരിക്കുക, കുട പിടിച്ചുകൊണ്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ലൂസ് തുണികൾ ഇടുക, ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുക, പ്യുവർ കോട്ടൺ തുണികൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഈ പറഞ്ഞ സോപ്പില്ലാതെ കുളിക്കുക. കുളിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ സെറം പോലുണ്ട്, അത് വേണമെങ്കിൽ പറഞ്ഞാൽ അടച്ചു തരാം. ദേഹത്തെല്ലാം പുറത്തുക, അത് നല്ലതാണ്. ഇച്ചിങ് കുറയാനും ഇറിറ്റേഷൻ കുറയാനും എല്ലാം കഴിക്കുക. അല്ല നമ്മുടെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും
ഓടിക്കുമ്പം കയ്യിലും വെയിലടിക്കാതെ നോക്കുക. മുഖത്തും വെയിലടിച്ചാൽ ഡേഞ്ചറാണ്. മുഖത്ത് ഇപ്പം ഹെൽമെറ്റ് വെച്ചിട്ട് ഫ്രണ്ടിൽ മറ്റേ കൂളിംഗ് ഗ്ലാസ് പോലത്തെ വെക്കണം, അത് നല്ലതാണ്. അപ്പം ഹീറ്റ് നമ്മുടെ മുഖത്തടിക്കാതിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുഖത്ത് ടാൻ വന്ന് പൊള്ളിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും സിവിയർ ഡാമേജ് ഉണ്ടാവും ടാൻ ഉണ്ടായി. നമ്മൾ ടാൻ സിമ്പിളല്ലേ, പക്ഷേ അല്ല, പൊള്ളി അതിന് ബ്ലബ് പോലെ വലുതായി വന്ന് ആ തൊലി മുഴുവനും ഡാമേജ് ആവും. പിന്നെ അത് റിപ്പയർ ചെയ്താൽ ശരിക്കും സമയമെടുക്കും. അപ്പം ബി കെയർഫുൾ ഇൻ ദീസ് ഹീറ്റ് വേവ്സ്. ഭയങ്കര ഹീറ്റാണ് അടിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഹ്യൂമിഡിറ്റിയുടെ കൂടെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുന്നത് AC ഇട്ടിരിക്കുക. കുറച്ച് പൈസ തൽക്കാലം കറണ്ടിന് കൊടുത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തണുക്കാനെന്ന് പറഞ്ഞ് ഈ സമയത്ത് തണുപ്പുള്ള വെള്ളം കുടിക്കരുത്. തൊണ്ടയ്ക്ക് ഒരുമാതിരി ഇറിറ്റേഷൻ കൂടേ ഉള്ളൂ. നോർമൽ വെള്ളമേ കുടിക്കാവൂ, അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കാവൂ. ഓവർ തണുപ്പ് വെള്ളം കുടിച്ചേ കൂടാ. നമുക്ക് തോന്നും അത് കുടിച്ചാൽ കുറയുമെന്ന്, പക്ഷേ കുറയില്ല. ഒരുമാതിരി അതൊരു മധുരമുള്ള സാധനങ്ങൾ, കൂടുതൽ മധുരമുള്ള ഷേക്ക് അങ്ങനെ കഴിച്ചാലും പിന്നെ കുഴപ്പമാവും. മധുരം ഇല്ലാത്തത് കരിക്കാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. നല്ല കരിക്ക് നോക്കി വാങ്ങിച്ച് കഴിച്ചാൽ നല്ലതാണ്. ഇപ്പോഴത്തെ ഇതിന് നല്ലതാണ്. നൊങ്കും നല്ലതാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല വെള്ളം കണ്ടൻറ്റ് കൂടുതലൊക്കെയാണ്. വാട്ടർ മെലോണും നല്ലതാണ്, പക്ഷേ അലർജി ഉള്ളവർക്ക് വാട്ടർ മെലോണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അലർജി പ്രകൃതം കൂടും. അത് ഈ നാരങ്ങ വെള്ളമാണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഒക്കെ തന്നെ. പക്ഷേ ആപ്പിളോ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കരിക്കിൻ്റെ ജ്യൂസോ കുഴപ്പമില്ല, അത് നല്ലതാണ്, ബോഡിക്ക് നല്ലതാണ് ഈ തണുപ്പത്ത് കുറയ്ക്കാൻ. എന്നാലും അതിഭയങ്കര ചൂടിങ്ങനെ കൂടുകയാണ്. കാലാവസ്ഥ അൺസൈക്കബിളായിട്ട് നമ്മളെ നല്ല ഒരു പരീക്ഷണത്തിലൂടെ കടത്തിവിടുകയാണ്. അപ്പോൾ സ്കിൻ ശ്രദ്ധിച്ചോളുക. സ്കിന്നിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫുഡ് ശ്രദ്ധിക്കുക, ഡ്രസ്സ് ശ്രദ്ധിക്കുക, സോപ്പിടാതിരിക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ വെറുതെ കുളിച്ചിട്ട് ദേഹം തുടയ്ക്കാതെ തല മാത്രം തുടച്ചിട്ട് കുറച്ച് നേരം നിന്നതിന് ശേഷം ഡ്രസ്സ് എടുത്തിട്ട് ഈ വെള്ളം സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യും. അത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്, മോയ്സ്ചറൈസിങ് പോലെയാണ്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബോഡി സെറം ഉണ്ട്, തരാം, നല്ലതാണ്. ദേഹത്ത് മുഴുവൻ പുരട്ടാൻ നേരത്തെ എല്ലാവരും വിളിച്ച് പറിച്ചാൽ കൊറിയർ അയച്ചു തരാം. അപ്പം ഇത് വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. എല്ലാ ആൾക്കാർക്ക് ഉപകാരപ്രദവും. മഴ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് നിർത്താം.